പണവും പ്രതാപവും നമുക്കെന്തിനാ, തേങ്ങയുണ്ടല്ലോ തേങ്ങയുടെ ചിരട്ടയുണ്ടല്ലോ. ആ മക്കൾ വരെ എനിക്ക് ചെറിയൊരു ഡൗട്ട്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നും ഇല്ലല്ലേ? പക്ഷെ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ PR ഒന്നും ഇല്ലല്ലോ. കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. വയനാട്ടില് വീട് നഷ്ടമായവർക്ക് വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികം താമസിയാതെ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും. 230 വീട് നിർമ്മിച്ച് നൽകാൻ പ്ലാൻ ഇട്ടതും ഇതേ കോൺഗ്രസ്. അതിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പണം പിരിച്ചതും ഇതേ കോൺഗ്രസ്. ഫണ്ട് കൃത്യമായിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞ്, അങ്ങനെ കൊല്ലം 2 ആകാറായി. ഇതുവരെ ഒരു വീടിന്റെ പോലും തറക്കല്ലിടാത്തതും ഇതേ കോൺഗ്രസ്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഇനി ഇതിനെ കുറിച്ചെങ്ങാനും നമ്മുടെ ഏമാമാരോട് ചോദിച്ചാലോ? ലോട്ടറിയുടെ നറുക്കെടുപ്പ് പോലെ. എന്ത് അല്ല, വീടിന്റെ തറക്കല്ലിടല് നാളെയാണ്. ഏത് നാളെ? അല്ല, എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. അത് തന്നെ. എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ. മാമനോടൊന്നും തോന്നല്ലേ? തറക്കല്ലിടാനുള്ള തീയതിയും നാഴിക്ക് 40 വട്ടം മാറ്റി പറഞ്ഞ കോൺഗ്രസിന് ഇപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടായത്. ഞങ്ങളുടെ കയ്യിൽ 10ന്റെ പൈസയില്ല. ഇനി ഈ പൈസ ഇല്ലാത്ത ഇവരെങ്ങനെ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ ഈ വീട് പണിത് നൽകാമെന്ന് പറഞ്ഞ് അതേ വയനാട്ടിൽ പോയി 7 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തത്? അവിടെ ഒരു 3 ദിവസം താമസിക്കാൻ എത്ര രൂപ ചെലവാകും? ചെറിയ പൈസ, വളരെ നിസ്സാര പൈസ. ഞങ്ങൾ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടി. അതുകൊണ്ട് അപ്പോ പണമല്ല കോൺഗ്രസിന്റെ പ്രശ്നം. വീട് വെക്കാൻ പണമില്ലാത്ത കോൺഗ്രസിന് ഇത്രയും വലിയ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പണം എവിടുന്ന് കിട്ടിക്കാണും? നമ്മുടെ സതീശൻജി വീട് വെക്കാൻ കുറച്ച് പൈസ അടിച്ചു മാറ്റിയല്ലോ, ഇത് തന്നെ ഒക്കെ കൊടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞ ഈ കോൺഗ്രസിന് വീട് വെച്ച് കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അന്നേരം ഒരു ആവേശത്തിന് അങ്ങ് പറഞ്ഞു പോയി ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നാളെ നീളെ. അത്രയേ ഉള്ളൂ.